വന്നിട്ടില്ല. പക്ഷെ അദ്ദേഹം ലഹരി ഉപയോഗിക്കുന്നുള്ളൊരു പരാതി വ്യാപകമായിട്ട് സിനിമ വൃത്തങ്ങളുടെ ഇടയിൽ നമുക്ക് അറിയാം. അത് കൃത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ എങ്ങനെയുണ്ട്? അതായത് ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിക്കുന്നതായിട്ട് ഒരു പരാതിയായിട്ടൊന്നും ആരും ഇതുവരെ പുള്ളിയുടെ അടുത്ത് വന്നിട്ടൊന്നുമില്ല. അല്ലെങ്കിൽ പുള്ളി അങ്ങനെ നേരിട്ട് ആരും പുള്ളിയോട് വന്ന് അങ്ങനെ പരാതിയായിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ വ്യാപകമായിട്ട് ഇങ്ങനൊരു എന്താണ് ഒരു സംസാരം ഉണ്ടെന്ന്, ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന് അതെല്ലാവർക്കും അറിയാം. ഈ പറയുന്നതിൽ കുഴപ്പമില്ല. ഇത് പണ്ട് ഈ മുടി വളർത്തിയവൻ കഞ്ചാവെന്ന് പറയുന്ന പോലത്തെ ഒരു പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നു. ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഷൈൻ ടോം ചാക്കോനെ കൊണ്ടുപോയി പരിശോധിച്ചതിന് ശേഷമൊക്കെ കണ്ടെത്തേണ്ട കാര്യമാണ്. പിന്നെ ഷൈൻ ടോം ചാക്കോ ഒരു മറ്റേ പെഡ്ലറൊന്നും അല്ല, കച്ചവടക്കാരനൊന്നും അല്ല. ഇപ്പം മറ്റേ ഇവിടുന്ന് എന്താണ് പാകിസ്ഥാനിൽ നിന്ന് പഞ്ചാബ് വഴി ഇങ്ങോട്ട് സാധനം കടത്തിയിട്ട് ഇവിടെ കച്ചവടം ചെയ്യുന്ന ആളൊന്നുമല്ലോ. അല്ലെങ്കിൽ ഗുജറാത്തിലോട്ട് കണ്ടെയ്നർ കണക്കിന് കൊക്കൈൻ ഇറക്കുന്ന ആളൊന്നും അല്ലല്ലോ. ഹാഷ് കൊണ്ടിരുന്ന ആളൊന്നും അല്ലല്ലോ. ഇതൊന്നും അല്ലല്ലോ. പുള്ളി ഇവിടെ ഉപയോഗിക്കുന്ന ആളെന്നാണല്ലോ പറയുന്നത് അല്ലേ? അതല്ല പരാതി അല്ലേ? പക്ഷെ വിൻസിയുടെ പരാതി അതല്ല. വായിൽ നിന്ന് പൊടി ഇങ്ങനെ തെറിച്ചു എന്ന് പറയുന്നത്, പൊടിയെ. എനിക്ക് തോന്നുന്നു ഈ ഷൈൻ ഇങ്ങനത്തെ കൃഷി ഉണ്ടല്ലോ, ഈ വെറുതെ കുണയ്ക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. വെറുതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിക്കുക, പറയുക, മറ്റേ ഫോൺ ഇങ്ങനെ ഇടുക. ഇതൊക്കെ പുള്ളിയുടെ ഓരോ നമ്പറുകളാണ്. പുള്ളിയുടെ അഭ്യാസമായിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പുള്ളി ഓരോ രീതി, ഓരോ റൂട്ട് പിടിക്കുന്നതാണ്. പുള്ളിയുടെ പഴയ കാലം ഇന്റർവ്യൂ കഴിഞ്ഞാൽ മനസ്സിലാവും പുള്ളി വളരെ ഇങ്ങനെ മറ്റേ കാമായിട്ടിരുന്ന് പതുക്കെ സാവധാനത്തിൽ വർത്തമാനം പറയുന്ന ഒരാളായിരുന്നു. എന്തോ ഒരു ക്യാരക്ടറിന് പുള്ളി ഇതുപോലത്തെ ഒരു സാധനമുണ്ട്. ഇങ്ങനത്തെ ഇപ്പൊ ഷൈൻ പെരുമാറുന്ന പോലത്തെ രീതിയിലുള്ള ഒരു ക്യാരക്ടറിന് പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. ആ ക്യാരക്ടറിന് ശേഷമാണ് ഇയാൾ ഇങ്ങനെ പെരുമാറാൻ തുടങ്ങിയത്. ഒരു പ്രത്യേക രീതിയിൽ പറയുന്ന രീതിയിലൊക്കെ ഒരു മാറ്റം കൊണ്ടുവന്നതിന് ശേഷം എനിക്ക് പറയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനമില്ലേ, അങ്ങനത്തെ സാധനം പിടിച്ചത്. അതിന് ശേഷം ആ ക്യാരക്ടറിന് ശേഷം എന്താ സിനിമയുടെ പേര് പറഞ്ഞു, ഒരു പടമുണ്ട്. അപ്പോൾ ആ സിനിമ പിന്നെ കുറെ കഴിഞ്ഞറിയത് ഇയാൾ ഇന്റർവ്യൂസ് ഒക്കെ കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ സിനിമ വരുന്നു. സിനിമ ഷൂട്ട് തുടങ്ങി അതിന് ഒരുപാട് മുമ്പാണ്. അപ്പോൾ നമുക്കത് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ആ സിനിമ ഇറങ്ങിയ സമയത്ത് ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ഈ ഷൈൻ ടോം ചാക്കോ ഈ പടത്തിൽ അഭിനയിച്ചതും ഷൈൻ ടോം ചാക്കോ സാധാരണ സംസാരിക്കുന്നത് ഒരുപോലെ തന്നെയാണ്. അതിന്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ക്യാരക്ടർ അങ്ങനെയായിരുന്നു. ആ ക്യാരക്ടർ പിടിച്ചാണ് ഷൈൻ ടോം ചാക്കോ പുള്ളിയുടെ ഒരു പരിപാടിയായിട്ട് പിന്നെ ഈ ഇന്റർവ്യൂ പരിപാടിയൊക്കെ ആയിട്ട് മുന്നോട്ട് വരുന്നത്. പടം റിലീസ് ചെയ്തത് അത് കഴിഞ്ഞാൽ മനസ്സിലായി. അങ്ങനത്തെ ആളാണ് പുള്ളി. അപ്പോൾ ഈ വിൻസിയോട് ഡ്രസ്സ് മാറാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞോ ഒന്ന് ചോദിച്ച ചോദ്യമൊക്കെ പുള്ളിയുടെ എന്തോ പുള്ളി കോമഡിയാണ് പുള്ളിയുടെ കോമഡിയാണ്, മനസ്സിലാവുണ്ടോ? പിന്നെ ഒരു കാലത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാളുടെ വായുവിനെ പൊടി പറത്തി എന്നാണ് പറയുന്നത്. പൊടി പറത്ത് എന്ത് പറയണം? ചിലപ്പോൾ ഷൈൻ വല്ല ചിലപ്പോൾ വല്ല മറ്റേതുണ്ടല്ലോ എന്താ ഈ വല്ല പൗഡറോ വല്ലതൊക്കെ വായിലിട്ട് വെറുതെ ഇയാൾ ഇതൊക്കെ അടിച്ചു കിടക്കണമെന്നൊക്കെ ഇങ്ങനെ പൊതുവെ പറച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അയാൾ വെറുതെ അങ്ങനെയൊക്കെ കാണിക്കുന്നതാണ് ഇയാളൊരു സ്വഭാവം വെച്ചിട്ട് അതാ പറയണത്, മനസ്സിലാവുണ്ടോ? അപ്പോൾ ഈ സുരേഷ് കുമാർ പറയണത് അങ്ങനെ ഒരു സാധനം പുള്ളി കേട്ടിട്ടില്ല. എന്ത് നേരിട്ടൊരു പരാതി പുള്ളിക്ക് ഒന്നും കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ നേരിട്ട് ആരും ഇതുവരെ ഒന്നും പറയണതില്ല. പക്ഷെ മലയാള സിനിമയിൽ അങ്ങനെ ഒരു പറച്ചിലുണ്ടെന്ന് പറയണം. അതെന്ത് പറച്ചിലാണത്? അത് മുടി വളർത്തിയാൽ കഞ്ചാവെന്ന് പറഞ്ഞവർ പറയുന്ന പറച്ചിൽ മാത്രമേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഈ പണ്ട് കാലത്ത് സിനിമയിൽ കള്ളും കുടിച്ച് കാണിച്ച കലാപരിപാടി പോലത്തെ വേറൊരു കലാപരിപാടി നടക്കുന്നുള്ളൂ. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇവരാരും മറ്റേ ഇതിന്റെ കച്ചവടക്കാരോ ഇത് പ്രൊമോട്ട് ചെയ്യുന്നവരോ ഇതിന്റെ ബിസിനസ് നടത്തുന്നവരോ ഒന്നുമല്ല. ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടി പോലും. ഇനിയിപ്പോൾ ഇതും പറഞ്ഞിരിക്കും എല്ലാവരോടാ. ഇന്നത്തെ ന്യൂസ് ഇന്നത്തെ വൈകുന്നേരത്തെ ചർച്ച നിങ്ങൾ നോക്കിയോ, ടെലിവിഷനിലെ ചർച്ച ചെയ്തായിരിക്കും. ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടി, അതൊരു സൈഡിൽ. ഇനി വിൻസിയോട് ഈ പറഞ്ഞ എന്താണ് അപമര്യാദയായിട്ട് പെരുമാറി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതുപോലും ചർച്ചയാവില്ല. അതാണ് അവളുടെ വിഷയം. അതായിരുന്നു ഷൈൻ ടോം ചാക്കോ ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതല്ല അവളുടെ വിഷയം, മനസ്സിലാവട്ടോ? ഇത്തരത്തിൽ പെരുമാറി എന്നോട് ഒരു പ്രത്യേക തരത്തിൽ ചോദ്യം ചോദിച്ചു, അത് പുള്ളിക്കാരിക്ക് ബുദ്ധിമുട്ടായി പോയെന്ന് പുള്ളിക്കാരി പറഞ്ഞു. ആ വിഷയം ചർച്ചയില്ല, മനസ്സിലായോ? ചർച്ച ചെയ്യാൻ പോകുന്നത് ഷൈൻ ടോം ചാക്കോ ഇപ്പം മറ്റേതടിച്ചോ ഇതടിച്ചോ MDMA ആണോ CRPF ആണോ എന്നൊക്കെ ആയിരിക്കും ചർച്ച ചെയ്യാൻ പോകണം, മനസ്സിലായില്ലേ? അപ്പോൾ അത്രയും കോമഡിയാണ് വരും. മറ്റതൊക്കെ കഴിഞ്ഞു. വഖഫും മുനമ്പവും പൗരത്വ ഭേദഗതി ബില്ല് എന്താണ് വഖഫ് ബോർഡ് വഖഫ് ഭേദഗതി ബില്ല് ഈ വക സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനി അതൊന്നുമില്ല. ഇനി ഇതായിരിക്കും ഇവിടുത്തെ വിഷയം. പ്രധാന വിഷയത നാണമില്ലല്ലോ.